കാമർലെങ്കോ കർദിനാൾ കെവിൻ ജോസഫ് ഫാരലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത്. ഐറിഷ് വംശജനാണ് കർദിനാൾ കെവിൻ ഫാരൽ. കാമർലെങ്കോ ചുമതല വഹിക്കുന്ന കർദിനാളിനാണ് മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട ചുമതല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളും ഏകോപിപ്പിക്കേണ്ടതും കാമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലാണ്. ആഗോള കത്തോലിക്ക സഭയുടെയും വത്തിക്കാൻ സിറ്റിയുടെയും ഭരണ നിർവഹണ കാര്യാലയമാണ് കാമർലെങ്കോ. വത്തിക്കാനിലെ സകല വസ്തുക്കളുടെയും ധനകാര്യ ഇടപാടുകളും നിയന്ത്രിക്കുന്നത് കാമർലെങ്കോ ആണ്. കർദിനാൾ കെവിൻ ഫാരലാണ് നിലവിലെ കാമർലെങ്കോ. അയർലൻഡിലെ ഡബ്ലിനിൽ 1947 കെവിൻ ജോസഫ് ഫാരലിന്റെ ജനനം. 1966 കോൺഗ്രിഗേഷൻ ഓഫ് ലീജണറീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന സന്യാസ സഭയിൽ ചേർന്നു. തുടർന്ന് റോമിലെ ഗ്രിഗോറിയൻ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. പിന്നീട് 1978 പുരോഹിതനായി. ഇതിനുശേഷം മെക്സിക്കോയിലെ മോണ്ടെറി യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചു. 1984 മുതൽ അമേരിക്കയിലെ വാഷിംഗ്ടൺ അതിരൂപതയിൽ പ്രവർത്തിച്ചു. 2001 കർദിനാൾ കെവിൻ ജോസഫ് ഫാരലിനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഷിംഗ്ടൺ രൂപതയുടെ സഹായ മെത്രാനായി നിയമിച്ചു. 2001 കെവിൻ ഫാരൽ ഡാലസ് രൂപത ബിഷപ്പായി നിയമിതനായി. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ കെവിൻ ഫാരലിനെ അൽമായന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രീഫെക്ടറായി നിയമിച്ചു. ഇതേ വർഷം തന്നെ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കും ഉയർത്തി. 2019 ഫെബ്രുവരി 14 മുതലാണ് കാമർലെങ്കോ പദവിയിൽ കർദിനാൾ കെവിൻ ഫാരൽ നിയമിതനായത്. ന്യൂസ് ഡെസ്ക് മാഗ്ന വിഷൻ.